സിനിമയിൽ ദിലീപിന്റെ കഥാപാത്രമായ റഡാറിനെപ്പറ്റി നാട്ടുകാർക്കിടയിൽ വലിയൊരു സംസാരമുണ്ട്. ധ്യാൻ ശ്രീനിവാസന്റെ കഥാപാത്രം റഡാറിനെ ഒരു വമ്പൻ അധോലോക നായകനായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. ഇവൻ വെറുമൊരു പുള്ളിയല്ല, ഒന്നാന്തരം പ്രൊഫഷണൽ കിഡ്നാപ്പറാ എന്നൊക്കെ പറഞ്ഞ് വലിയൊരു ബിൽഡപ്പ് നൽകുന്നു. കേൾക്കുന്ന പ്രേക്ഷകർ കരുതും റഡാർ ഏതെങ്കിലും വലിയ ആൾക്കാരെയായിരിക്കും തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടാവുക എന്ന്. തുടർന്ന് സ്ക്രീനിൽ ഒരു ഫ്ലാഷ് ബാക്ക് തെളിയുന്നു. രാത്രിയുടെ ഇരുട്ടിൽ ഒരു വാനിൽ റഡാർ വന്നിറങ്ങുന്നു. മുഖത്ത് വലിയ ഗൗരവം. അയാൾ ഒരു വീടിന്റെ പിന്നാമ്പുറത്തേക്ക് പതിയെ നീങ്ങുന്നു. അവിടെ നിൽക്കുന്ന ഒരാളെ, അത് ഒരു പെൺകുട്ടിയാണെന്ന് തോന്നിപ്പിക്കും വിധമാണ് ആദ്യം കാണിക്കുന്നത്. അയാൾ ബലമായി പിടിച്ചു വാനിലേക്ക് കയറ്റുന്നു. പശ്ചാത്തലത്തിൽ നരേഷൻ വരുന്നു. അയാൾ അവളെ കടത്തിക്കൊണ്ടുപോയി. എന്നിട്ട് അവളെ ക്രൂരമായി കറന്നെടുത്തു. ഈ വാചകം കേട്ട് പ്രേക്ഷകർ ഒന്ന് ഞെട്ടുമ്പോഴാണ് വാനിന്റെ വാതിൽ തുറക്കുന്നത്. വാനിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഒരു യുവതിയല്ല, പകരം ഒരു പശുവാണ്. പശുവിനെ തട്ടിക്കൊണ്ടുപോയി അതിന്റെ പാല് കറന്നെടുത്ത് വിൽക്കുന്ന ഒരു നിരുപദ്രവകാരിയായ കള്ളൻ മാത്രമാണ് റഡാർ എന്നവിടെ വെളിപ്പെടുന്നു. എന്തിനായിരുന്നു ഈ സീൻ? യഥാർത്ഥത്തിൽ ദിലീപിനെതിരെ നിലവിലുള്ള കിഡ്നാപ്പിംഗ് ആരോപണങ്ങളെ പരിഹസിക്കാനാണ് തിരക്കഥാകൃത്തുക്കൾ ഈ രംഗം എഴുതിയത്. ആളുകൾ ഇത്രയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ വെറുമൊരു പശുവിനെ മാത്രമാണ് തട്ടിക്കൊണ്ടുപോയിട്ടുള്ളത് എന്ന് തമാശ രൂപേണ പറയാനാണ് അവർ ശ്രമിച്ചത്. പക്ഷേ ഈ പശുതമാശ ഇരയെ അപമാനിക്കുന്നതാണെന്നും ക്രൈമിനെ ലഘൂകരിക്കുന്നതാണെന്നും പറഞ്ഞ് വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് നൂറിൻ ഷെരീഫിനും ഫഹിം സഫറിനും നേരെയുണ്ടായത്.